ഇറാനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ടെഹ്റാനിൽ 80-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സേന. മെട്രോ സ്റ്റേഷനുകളിലും പള്ളികളിലും ജനങ്ങൾക്ക് അഭയമൊരുക്കുമെന്ന ഇറാൻ ഭരണകൂടം. വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, കർശനമായ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൻതോതിലൊരു ആക്രമണമാണ് മുന്നോട്ട് പോകുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ 80 ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ പള്ളികളും അതുപോലെ തന്നെ മറ്റു പൊതു ഇടങ്ങളും എല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള, ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മറ്റു പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം ശക്തമാക്കുക എന്ന നീക്കം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണവായുധം വലിയ ആണവായുധ ശക്തിയായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ളൊരു നീക്കം ഇറാൻ നടത്തുന്നൊരു സാഹചര്യത്തിൽ കടുത്ത പ്രതിരോധം തീർക്കുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കൂടി ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് വൻതോതിലുള്ള ഒരു ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തത്. ഇറാൻ്റെ പല എണ്ണ റിഫൈനറികളെല്ലാം തന്നെ തകർക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടർന്നും ആക്രമണങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം മറ്റു ചില നയതന്ത്ര ഇടപെടലുകളും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ പുതിയ നയതന്ത്ര ഇടപെടലുകളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നൊരു സാഹചര്യമോ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്താരാഷ്ട്ര സമൂഹമെല്ലാം തന്നെ പ്രതികൂല ആക്രമണത്തെ തുടരാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അത് കൃത്യമായി നിയന്ത്രിക്കണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. വിഷ്ണു, ശരി. ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.